ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ നോമ്പ് കാലത്ത് ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്കാണ്. ഇതിന് നമ്മൾ പാലൂദ എന്നാണ് പറയുക. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. എന്നാണ് ഇത് നല്ലൊരു ടേസ്റ്റുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഈ പാല് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത്ര തന്നെ വെള്ളം എടുക്കണം. പിന്നെ 2 കപ്പ് പാലിന് 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല കൊഴുപ്പുള്ള പാലാണ്. അപ്പോൾ പാല് കുറച്ച് വെള്ളം പോലത്തെ പാലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാലിൻ്റെ അളവ് കൂട്ടിയിട്ട് വെള്ളത്തിൻ്റെ അളവ് കുറക്കാം. മൊത്തത്തിൽ 4 കപ്പ് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ്. ഞാനിവിടെ ഒരു ചെറിയ സവാളൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഈ സവാള നമുക്ക് ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം നമ്മളിത് കട്ട് ചെയ്തിടാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതെടുത്ത് മാറ്റേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ പകുതി അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് എളുപ്പത്തിൽ മാറ്റാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഏലക്കയാണ്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഏലക്ക പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 3 ഏലക്ക ചേർത്താൽ മതി. ഒരു കഷ്ണം പട്ട കൂടി ചേർത്തിട്ട് ഈ ഒരു പാല് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു സവാളൻ്റെയും പട്ടൻ്റെ എല്ലാം ടേസ്റ്റ് പാല് നന്നായിട്ട് ഇറങ്ങി വരുന്നത് വരെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പാല് തിളച്ച് വരുമ്പോഴത്തേക്കും ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഈ മൈദയിലേക്ക് കുറച്ച് പാല് ചേർത്തിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെ ഈ ഒരു മൈദ നന്നായിട്ട് പാലിൽ മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനിവിടെ പാലിൽ മൈദ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു പാല് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് മധുരമെല്ലാം ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ്. പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മൈദ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൈദ ഒഴിച്ചതിന് ശേഷം പിന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. കാരണം ഈ ഒരു പാല് 2-3 തവണ തിളച്ച് വരണം. അത്ര വരെ നമ്മളിതിന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. കുറച്ചൊരു കട്ടി കൂടുന്നത് വരെ പാല് തിളപ്പിച്ചുകൊണ്ടേയിരിക്കാം. പാല് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാലൂദ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട പട്ടയും അതുപോലെ സവാളയെല്ലാം മാറ്റാം. ഇപ്പോൾ വേണമെങ്കിൽ ഇതിൽ നിന്ന് നമുക്കൊരു അരിപ്പ വെച്ചിട്ട് എടുത്ത് മാറ്റിയാൽ മതി. അതല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പാലൂദ മുഴുവനായിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പ ഇട്ടിട്ട് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പട്ടയും സവാളയിലും ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം ഈ ഒരു റോസ് വാട്ടർ ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഒരു പാലൂദയിലേക്ക് കുറച്ച് സവാള ഫ്രൈ ചെയ്ത് ചേർക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സവാളക്ക് പകരം ചെറിയുള്ളി ചേർക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിൻ്റെ കളർ നന്നായിട്ടൊന്ന് മാറി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഉള്ളിയും അണ്ടിപ്പരിപ്പെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പാലൂദയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒരു തവണ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. നല്ലൊരു ടേസ്റ്റാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.